നമസ്കാരം. നോർത്ത് ഗോവയിലെ മപ്സയിൽ കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ നിന്ന വില്ല കാസഡോറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ലോക്കിയും ഹേലിയും ഉൾപ്പെടെ ഇവരൊക്കെ പിരിയുന്നതിൻ്റെ വിഷമം മുഖത്ത് കാണിക്കാതെ ചെറിയ ചിരിയോടൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. Ali, bye bye. Bye bye. I think he is happy. Bye. Bye. Daddy garila. Daddy garila. Daddy, where are Daddy? Daddy പിന്നെ നമ്മൾ ഒരു യോഗ ചെയ്യണം. Okay man. Bye bye. Come on, hi. So sorry. Bye bye. Bye. Miss you all. Bye. ഞങ്ങളുടെ മാംഗ്ലൂർ ടു ഗോവ റോഡ് ട്രിപ്പിൻ്റെ അവസാന പാർട്ട് വീഡിയോ ആണിത്. ഇതിനു മുന്നേ ഞാൻ 6 വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ടോവി റിവറിൻ്റെ മുകളിലൂടെയുള്ള 3ാമത്തെ പാലമായ അടൽ സേതുവിലൂടെയാണ്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവറിൽ തന്നെയുള്ള ചോറോ എന്ന ദ്വീപിലുള്ള ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി കാണണം. അതിനുശേഷം ദൂദ്സാഗർ വാട്ടർഫോൾസും കണ്ടതിന് ശേഷം ഉച്ചയോടുകൂടി തിരിച്ച് മാംഗ്ലൂരിന് പോകാനാണ്. രാവിലെ തന്നെ ഗോവ വിടുന്നതിൻ്റെ വിഷമമൊക്കെ മാറ്റാൻ നമ്മുടെ ഗായക സംഘം പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പന്റെ കയ്യും പിടിച്ച് കളിപ്പിച്ചന്ദ്ര അറിയാൻ പാടിലേക്ക് നിർത്തിക്കാം. മറന്നുപോയി. അറിയാൻ വേണ്ടി നിർത്തിക്കോളാൻ മൂളൊന്നും വേണ്ട. ഓമനപ്പുമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടൊരു മണൽകാം. റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം ശിമക്കൊന്ന. പച്ചരിച്ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്കുണ്ണാനായി പോന്നോളൂട്ടോ. പടവരമ്പത്ത് പാമ്പിന്റെ പത്തിന്റെ സൂക്ഷിച്ച് പോന്നോളൂ ചേട്ടാ. ഒരു ഉറക്കമില്ല. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട. ഓമന പൂമുഖം വാടിടേണ്ട. ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരു മണൽകാം. ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം ശിമക്കൊന്ന. പച്ചരിച്ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്കുണ്ണാനായി പോന്നോളൂട്ടോ. പടവരമ്പത്ത് പാമ്പിന്റെ പൊത്തുള്ള സൂക്ഷിച്ചു തോന്നോളൂ പൊന്നു ചേട്ടാ. ഒരു കുപ്പിൽ മണ്ണെണ്ണ കത്തി തിരുവോളം പടകളെ കുറക്കമില്ല. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കായലരികത്ത് വലയറിയുമ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന കുറിയെടുക്കുമ്പോ നമ്മൾ ഫെറിയിൽ കയറി പോകണമെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. നമ്മൾ ഫെറിയിൽ കയറി പോകണമെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അക്കരയ്ക്ക് പോണം. ടിക്കറ്റ് പുറത്തൊന്നുമല്ലോ. ചോദിക്കണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും പുറത്ത് കാണുന്നില്ല. അകത്തായിരിക്കും. നമുക്ക് ഓടി കയറ്റാം. എന്തായാലും നടുക്കടലിൽ ഇറക്കി വിടത്തൊന്നുമില്ല. भैया 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 इसका टिकट किधर से अंदर से लेना है? अंदर से. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ക്രിസ്ത്യമായി ഞങ്ങളുടെ ഫെറിയിലേക്ക് കയറുകയാണ്. ഇനി ഒരു ഫെറി യാത്രയായാലോ? റിബന്ദർ എന്ന ഈ സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ ഫെറി യാത്ര തുടങ്ങുന്നത്. നിങ്ങൾ ഈ കാണുന്ന മണ്ടോവി റിവറിലൂടെ ഏകദേശം 10-15 മിനിറ്റോളം യാത്ര ചെയ്ത് ചോറോ എന്ന ദ്വീപിലേക്കാണ് പോകുന്നത്. അവിടെ ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി കാണാനാണ് പോകുന്നത്. PNJ 493 എന്ന രജിസ്ട്രേഷനുള്ള ബണ്ടോറ എന്ന ഈ ഫെറിയിലാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ചുറ്റിനുമുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇന്ന് മുഴുവനും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ആകാശമൊക്കെ നല്ല മേഘാവൃതമായിരിക്കുകയാണ്.
ഈ മണ്ടോവി റിവറിൻ്റെ തീരമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, തരക്കേടില്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ ഫെറി അങ്ങോട്ട് വിടാൻ തുടങ്ങിയപ്പോൾ അടുത്ത് ഒരു വണ്ടിയും കൂടെ വന്നു, അതും കയറ്റി നമ്മുടെ ഫെറി അങ്ങനെ കര വിട്ടിരിക്കുകയാണ്. നിറയെ വാഹനങ്ങളൊക്കെ ആയിട്ട് ഒരു ഫെറി ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചോറോ ദ്വീപിൽ നിന്ന് വരുന്നതായിരിക്കാം. ഈ ഫെറി യാത്രയ്ക്ക് വണ്ടിക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ. 10 രൂപയാണ് ചാർജ്. ആൾക്കാർക്കെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. റിബന്ദറിൽ നിന്ന് ചോറോ ദ്വീപ് വരെ ദിവസവും 4 ഫെറികൾ രാവിലെ 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 2 മണി വരെ ഓരോ 20 മിനിറ്റിലും 30 മിനിറ്റിലും ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. ആ കാണുന്ന അടൽ സേതു പാലത്തിലൂടെയാണ് ഞങ്ങൾ റിബന്ദറിലേക്ക് എത്തിയത്. ഇതേ മറ്റൊരു ഫെറിയും റിബന്ദറിലേക്ക് പോകുന്നുണ്ട്. ഗോവയിലെ 17 ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപായ ചോറോ ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോറോ ദ്വീപിനെ ചോട്നെ അഥവാ ചോടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്ന കണ്ടൽക്കാടുകളാൽ നിറയപ്പെട്ട ഏതാണ്ട് 178 ഹെക്ടർ സ്ഥലത്താണ് ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ച്വറി ഉള്ളത്. പ്രശസ്ത ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലിയിൽ നിന്നാണ് ഗോവയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതത്തിന് ഇങ്ങനെ ഒരു പേര് ലഭിക്കുന്നത്. ദേശാടന കിളികളായിട്ടും അല്ലാത്തതായിട്ടും ഇവിടെ 4000-ലധികം പക്ഷികളുണ്ട്. ഇറങ്ങുന്നിടത്ത് പശുക്കൾ കിടക്കും, വണ്ടി അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകും. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് കടക്കുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നതിനായി ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഇങ്ങനെ ബോർഡുണ്ട്, അതിൽ കൃത്യമായ ഇനം വിവര കണക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ചാർജ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ബോട്ടിംഗ് സർവീസും ഉണ്ട്. കൂടാതെ ഇവിടെ ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബോർഡുണ്ട്, ചിത്രസഹിതം അതിനുള്ളിലെ കാര്യങ്ങൾ ഏതുവഴി എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അകത്തോട്ട് കടക്കുമ്പോഴേ ഇതുപോലെ പക്ഷികളെ പറ്റിയുള്ള വിവരണങ്ങൾ അടങ്ങിയ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. അയ്യോ, ഇതിൻ്റെ അകത്ത് പാമ്പും ഉണ്ട്. കൊതുകിൻ്റെ കടി കൊള്ളണ്ടെന്ന് വെച്ച് എല്ലാവരും ദേഹത്ത് ക്രീമൊക്കെ തേച്ച് യാത്ര തുടങ്ങുകയാണ്. വാ 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 നടന്നു നടന്നു. താങ്ക് യു.
എനിക്ക് തോന്നുന്നു ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇത് കണ്ടില്ലേ, ഈ കണ്ടൽ കാടിനുള്ളിൽ ഇങ്ങനെ ഓരോ പ്രതിമകൾ വെച്ചേക്കുക വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആദ്യം നടന്നു വന്ന ആ മൺപാതയൊക്കെ കഴിഞ്ഞ് ഇനിയും മുന്നോട്ട് ഇതുപോലെ കോൺക്രീറ്റ് സ്ലാബുകളിട്ട വഴിയിലൂടെ വേണം പോകാൻ. ഈ ബോർഡുകളിലൊക്കെ കാണുന്ന പക്ഷികളെല്ലാം ഇവിടെ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മുന്നോട്ട് ചെല്ലുമ്പോൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനിയും ഇതുപോലെ മുളകൾ കൊണ്ടുണ്ടാക്കിയ ഈ പാലത്തിലൂടെ വേണം പോകാൻ. താഴോട്ട് നോക്കുക, നല്ല കറുത്ത് ഇരുണ്ട ചെളിയോട് കൂടിയ സ്ഥലമാണ്. മുളയെങ്ങാനും ഒടിഞ്ഞാൽ കാര്യത്തിന് തീരുമാനമാകും. എവിടെ പാമ്പ് കാണത്തു പോലും ഇല്ലേ, ഇത് വളവനൊന്നും അല്ല. അത് വളവനൊന്നും അല്ല. ഞണ്ടിനെ കണ്ടു, അതാ ഇവിടെ ഒരു കാക്കയെങ്കിലും കണ്ടോ, ഒരു ഞണ്ടിനെയും ഒരു വളവനെയും കണ്ടു. രാവിലെ 6 മണിക്ക് വേണം, എന്നാലേ ബേർഡ്സിനെ കാണാൻ പറ്റും. എല്ലാം പറന്നുപോയി. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണോ പറയുന്നത്? എൻ്റെ അതൊന്നും ഞണ്ടിറങ്ങി വരണ്ടേ, പകരം ഞാൻ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുമ്പോൾ പാമ്പിറങ്ങി വരുമോ? ഇല്ല, അവിടെയൊക്കെ ആരോ ഉണ്ട്. എന്തി എടാ, അത് പാമ്പിന്റെ തൊലിയാടാ. നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് നോക്കാതെ ചാണകത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്നതാണോ? എൻ്റെ അവിടെ പശു വരാനോ അല്ലേ? ഇവിടെ നിങ്ങൾ അല്ലാതെ ഇവിടെ എന്താ ഇങ്ങനെ? ഈ കാട്ടിലൂടെയും ചെളിയിലൂടെയൊക്കെ നടന്ന് കിളികളെ ഒന്നും കാണാൻ പറ്റാഞ്ഞത് കൊണ്ടായിരിക്കണം ചിലർക്കൊക്കെ മനസ്സിനെന്തോ ഒരിത്. അത് മാറ്റാനുള്ള അഭ്യാസങ്ങളായി കാണുന്നത്. നമുക്കിനി ഒരു പുതിയ ഡ്രൈവറിനെ വെക്കേണ്ടതായിട്ടുണ്ട്. ഞാനും കൂടി ട്രൈ ചെയ്യട്ടെ. ഓ, ആ ചാണകം ചവിട്ടി പറ്റിച്ചു. നന്നായി, ചാണകമായിട്ടുണ്ട് ഗൈസ്. ആ കേറടാ, ഉറുമ്പ് കൈ കയറിയോ? പിടിക്കേ പറ്റും മോനെ. ആ കണ്ടോ, ഗുഡ്. നിന്നാൻ്റെ ഫ്രണ്ട് വരട്ടെ. എന്റെ കൈ വരരുത്, അവളുടെ മാത്രം എടുക്കാം. രാജൻ കൈ മാറ്റിക്ക, രാജൻ കൈ മാറ്റിക്ക. ആ ഇങ്ങോട്ട് ഹായ് പറ. ഓ, അതൊരു വല്ലാത്ത ഹായ് ആയി പോയി. പുറകിലാ മേളിൽ കാണുന്ന കടന്തൽ കൂടൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ എന്തുവാണ് ഇത്? തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് അഭ്യാസങ്ങൾ വേറെ. ഏതായാലും 100 രൂപ കൊടുത്ത് അകത്ത് കയറിയതല്ലേ. പോന്നു ചടിക്കോപ്പേ. ആ ഫോട്ടോ എടുത്തു. അത് ഇവിടെ പിടിച്ചു കയറാൻ നോക്കുവാ, ബലം ഉണ്ടെങ്കിൽ. പപ്പയൊന്ന് വേഗം ഇറങ്ങി വരുമോ? യൂട്യൂബ് വായിക്കുന്ന കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ കണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാപ്പ് പ്രകാരം ഇനി മുന്നോട്ട് ചെന്നാൽ ഒരു വാച്ച് ടവർ ഉണ്ട്, അതുകൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, നിങ്ങൾ ഈ വാച്ച് ടവർ ഒന്ന് നോക്കിക്കേ. 100 രൂപ കൊടുത്ത് ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഒരു പക്ഷിയെ പോലും കണ്ടില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അത് പിന്നെ പോട്ടേന്ന് വെക്കാം, കാരണം ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കാണാൻ കഴിയുമായിരുന്നിരിക്കാം. അത് രാവിലെയോ വൈകിട്ടോ ഒക്കെ വന്നാലേ പക്ഷികളെ കാണാൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ വാച്ച് ടവർ
കുറച്ചുകൂടെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാമായിരുന്നു. കണ്ടില്ലേ അവസ്ഥ? ഇവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത് നിന്നെ കാണുന്നില്ലല്ലോ, നീ എവിടെയാ? ഞാനിവിടെ ഒരു തൂണിന്റെ സൈഡിൽ നിൽക്കും. ഇത് പാലിൽ ഞാൻ താഴെ വേണ്ട, അതിന്റെ ആ ഇത് നിന്നാ മതി. നമ്മള് കേറിയ ബോട്ട് കെട്ടി ഇവിടുന്ന് കാണാം, ബോട്ട് ഓടുന്നേം കാണാം, വേറെ ഒന്നും കാണത്തില്ല. എന്നാ പിന്നെ താഴോട്ട് ഇറങ്ങിയോ. വളരെ കഷ്ടപ്പെട്ട് സാഹസികമായിട്ട് ഇറങ്ങി വരുന്ന ഇന്നസെന്റ് കാര്യം ഇതല്ല, ഇതിന്റെ അപ്പുറം ശശിയോ ജോസഫോ ആരാ. പ്രത്യേകിച്ച് പരിക്കുകളൊന്നും പറ്റാതെ വാച്ച് ടവറിന്റെ മുകളിൽ കയറിയ മെൽവിൻ അങ്ങനെ സാഹസികമായിട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട ആ മാപ്പ് പ്രകാരം ഇനി മുന്നോട്ട് ചെന്നാൽ അവിടെ ഒരു ബോട്ട് ജെട്ടിയും കൂടെ ഉണ്ട്. ഈ കാണുന്നത് ഈ കണ്ടൽ ചെടികളുടെ തൈകളാണ് ഈ കവറുകളിലാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് തിരികെ പോവുകയാണ്. ഈ കിഴത്തേത് ഓരോരുത്തർ കയറി വരുന്നു, എന്നെ കാണുമ്പോൾ താഴോട്ട് പോകും. ആരാന്നൊന്നും പിടികിട്ടില്ല, നോക്കൂ എന്തുവന്നു. ഞാനുണ്ടോ ചേട്ടാ കയറി വരുന്നുണ്ടോ? അല്ലാട്ടുണ്ടോ? അന്വേഷണ ചൂണ്ടയിടുവാണോ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ നടന്നു പോയി കാണാതെ ബോട്ടിൽ യാത്ര ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. വാച്ച് ടവറിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബോട്ട് ജെട്ടി ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടെ വരെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ കയറാതെയാണ് ഇവരെല്ലാവരും പോയത്. അതുകൊണ്ട് ദേ ഇപ്പോൾ തിരികെ വന്നപ്പം അന്യൂസും മനിയമോളും ഒക്കെ ഇവിടെ കയറി ഓടി നടന്ന് പല പോസിലുള്ള ഫോട്ടോ എടുക്കുകയാണ്. ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഇവിടെ കൂടുതൽ പക്ഷികളുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രിപ്പുകളൊക്കെ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുക. ഞങ്ങൾ ഏതായാലും ഡോക്ടർ സലീം അലി ബേർഡ് സാഞ്ചുറിയൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇതേ ഇവിടെ 2 ഫെറികളുണ്ട്, ഒന്ന് വന്നു, ഒന്ന് പോകാൻ റെഡിയായി നിൽക്കുന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഇനി ഞങ്ങളും ഫെറിയിലേക്ക് കയറുകയാണ്. പക്ഷികളെ ഒന്നും കണ്ടില്ലെങ്കിൽ ഈ യാത്ര ഒരു പ്രത്യേക രസമുള്ളതായിരുന്നു. കയറിയപ്പോഴേ മറ്റു വണ്ടികളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങ് തിരിച്ചിട്ടു. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മിക്ക വണ്ടികളും മുൻവശം തട്ടുന്നതും ബമ്പർ ഇളകുന്നതും ഒക്കെ കാണുന്നുണ്ട്. ഈ കിടക്കുന്ന റെഡ് വണ്ടി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതിൻ്റെ മുൻവശം തട്ടി. ഇനി ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അന്നൂസും അനയമോളും മാറി മാറി നമ്മുടെ മെൽവിൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന താടിയേൽ പണി തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് അവരെ തലമുടി കെട്ടുന്നത് പോലെ ഇതുപോലെ കെട്ടി വെക്കാമെന്നാണ് പറയുന്നത്. അനയമോളെ കണ്ടില്ലേ, കളിച്ച് പമ്മി ഇരുന്ന് മുഴുവനും അവൾ പിഴുതിങ്ങി എടുത്തു. ഡോക്ടർ സലിം അലി ബേർഡ് സാഞ്ചുറിയൊക്കെ കണ്ട് നല്ലൊരു ഫെറി യാത്രയൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങിയ റിബന്ദറിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്.
മാറ്റുവാണോ ആൾക്കാർ? ആണോ കൊണ്ടുവച്ച് പിടിച്ചു. കണ്ടില്ലേ, ആ റെഡ് വണ്ടി അകത്തോട്ട് കടന്നു വന്നപ്പോഴും അതിൻ്റെ മുൻവശം എല്ലാം തട്ടി ബമ്പറെല്ലാം ഇളകിയായിരുന്നു. തിരികെ ഇറങ്ങിയപ്പോഴും അത് തന്നെയായിരുന്നു സ്ഥിതി. ഈ നീല വണ്ടിയുടേതും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ക്രിസ്റ്റയുടെ ഊഴമാണ്. പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു കിട്ടി. അങ്ങോട്ട് പോകാൻ നേരത്ത് വണ്ടി അകത്തോട്ട് കയറ്റിയപ്പോൾ ചെറുതായിട്ട് ഫുഡ് സ്റ്റെപ്പ് ഒന്ന് തട്ടിയായിരുന്നു. അത് പിന്നെ ഞങ്ങളെല്ലാവരും വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് വണ്ടി അകത്തോട്ട് കയറ്റിയത്, അതുകൊണ്ടായിരിക്കണം. ഇറങ്ങുമ്പോഴേ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കച്ചവടക്കാരെയൊക്കെ കാണാം. അവിടെ ഒരു അമ്മ ഇരുന്ന് കക്കയുടെ തോട് പൊളിക്കുന്നുണ്ട്. രാവിലെ കഴിച്ച ഗോവൻ സ്പെഷ്യൽ ബണ്ണുകളും ബട്ടറുകളും ഒക്കെ നടന്ന് ദഹിച്ചു. ഇനി ഉച്ചഭക്ഷണം കഴിച്ചിട്ടാകാം അടുത്ത യാത്ര. എന്താ? നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാ ഗൈസ്. അയ്യോ, ദൂദ്സാഗറിൽ ഇപ്പൊ കുളിക്കാൻ പറ്റൂല. പിന്നെ അറബിക്കടലിൽ നോക്കിയാൽ മതി. അതെ, സവാള വയലിട്ട് പിടിച്ചിട്ടാണ് നീ വന്നത്. അവിടെ ഏതോ ഒരു പാത്രത്തിൽ ഇരുന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും കിട്ടിയതല്ലേ, ഇതൊന്നും വേസ്റ്റ് ആക്കേണ്ടത്. ആ കുരുവോളം ഓടി വെച്ചിട്ട് 22 റോട്ടി വേണം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ദൂദ്സാഗറിലോട്ടുള്ള യാത്രയിലാണ് ഗായ്സ്. വണ്ടിക്ക് ഡീസൽ അടിച്ചു, നമ്മളും ഫുഡ് അടിച്ചു, വണ്ടിയുടെ വയറും നിറച്ചു. എനിവേ നമ്മളിപ്പോൾ ദൂദ്സാഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇടതൂർന്ന കാടുകളിൽ കൂടി നല്ല മഴയുമുണ്ട്. അത്യാവശ്യത്തിന് ചാറ്റൽ മഴയുണ്ട്. നല്ല മഴയില്ല, ചാറ്റൽ മഴ. ഏകദേശം നമ്മൾ ദൂദ്സാഗറിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നല്ല മഴ കിട്ടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത് പ്രതീക്ഷയാണോ? നനയത്തില്ലേ? അത് കുടയിട്ട് പിന്നെ വെള്ളം അലർജിയുള്ള ചില ആൾക്കാരുടെ പ്രത്യേകിച്ച് വാട്ടർ മെലൻ ഒക്കെ വെള്ളം നിറഞ്ഞാൽ അലർജിയുള്ള ടീമുകളെല്ലാം വണ്ടിക്കകത്തിരിക്കുന്നതായിരിക്കും. അത് നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കാർമേഘ കൂടെയാണ് ഗൈസ്. എനിക്ക് തോന്നില്ലേ മഴ പപ്പ ഷൂട്ടി വന്നു. കണ്ടില്ലേ സൗണ്ട്? ഉണ്ട് ഗൈസ്. ആ പോട്ട് ഇവിടെ മഴ പെയ്തില്ല. ഇങ്ങോട്ട് പെയ്തില്ല, ഇങ്ങോട്ട് വരുവാന്ന് തോന്നുന്നു. പെയ്ത് ഉണ്ടാവടെ ആ റോഡിലിട്ടങ്ങ് തിരിച്ചോ. അവൻ അവിടെ പോയിട്ട് പാവം തിരിച്ചു വരുന്നവൻ. അവൻ അതാ പറഞ്ഞത് നിങ്ങൾ പോകരുത്. ഇല്ല, പോട്ടെ അതവിടെ നിർത്തിയിട്ടേക്കുക. ഇവിടെ വരെ വന്നപ്പോഴാണ് അറിഞ്ഞത് മഴ ശക്തമായത് കാരണം ഇപ്പോൾ ദൂദ്സാഗറിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യം. നോർത്ത് ഇന്ത്യൻസൊക്കെ കുറേ പേര് വന്നിട്ട് തിരികെ പോകുന്നത് കണ്ടു. ഞങ്ങളും അതുകൊണ്ട് തിരിച്ചിനി മാംഗ്ലൂരിന് പോയേക്കാമെന്ന് വെച്ച് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞരുവി കണ്ടത്. എന്നാൽ പിന്നെ അതെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഇറങ്ങി. അങ്ങോട്ട് പോയ അതേ വഴിയിലൂടെ ഞങ്ങൾ തിരികെ വരികയായിരുന്നു. തിരികെ വരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡ് കണ്ടു. ബയോഡൈവേഴ്സിറ്റി പാർക്ക് മോളം എന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ്. ഞങ്ങളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്താണെന്ന് നോക്കാമെന്ന് വെച്ച് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് 2021 ഫെബ്രുവരി 5 തുടക്കമിട്ട ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കാണിത്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല. ഈ കൗണ്ടറിൽ കൂടെയുള്ള ഒരാളുടെ പേരും മൊബൈൽ നമ്പരും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കടക്കാം. പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഏതാണ്ട് 38 ഹെക്ടർ സ്ഥലത്താണ് ഇത് ഉള്ളത്. സൺഡേയും തേഴ്സ്ഡേയും അവധിയും ബാക്കി എല്ലാ ദിവസവും 24 മണിക്കൂറും ഇത് പ്രവർത്തനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗോവ ട്രിപ്പിന് വരുന്ന അധികം ആർക്കും ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് ഗോവ ട്രിപ്പിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു.
ഇവിടെ കുറേയേറെ ചെടികളും മരങ്ങളും ഒക്കെ കണ്ടു. കൂടുതലും മെഡിസിനൽ പ്ലാന്റുകളാണ്. അതുകൂടാതെ ജീവനുള്ളതുപോലെ തോന്നുന്ന ഇങ്ങനത്തെ കുറേ പ്രതിമകളുണ്ട്. ഈ കാണുന്നതാണ് കയറി വരുമ്പോഴേ കാണുന്നത് ഗോവയുടെ സംസ്ഥാന മൃഗമായ ഗോർ, നമ്മുടെ കാട്ടുപോത്ത്. തൊട്ടടുത്ത് കാണുന്നത് ഗോവയുടെ സംസ്ഥാന മരമാണ്. ഇതിൻ്റെ പേര് ടെർമിനാലിയ ടൊമൻറ്റോസ. മറ്റൊന്നുമല്ല, നമ്മൾ മലയാളികൾ പുന്നമരം എന്ന് വിളിക്കുന്ന മരമാണിത്. മുതലയുടെ പുറംതൊലി പോലെ ഇരിക്കുന്ന ഈ മരം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ മിക്ക സ്ഥലത്തും ഐ ലവ് ഗോവ എന്നുള്ള ബോർഡുകൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഗോവയുടെ സംബന്ധമായിട്ടുള്ള മിക്കവാറുമുള്ള ഏത് പിക്ചർ എടുത്താലും അതിൽ തെങ്ങിൻ്റെ പടം കാണാം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും തെങ്ങ് ഇവിടുത്തെ സംസ്ഥാന മരം ആയതുകൊണ്ടായിരിക്കാം തെങ്ങിൻ്റെ പടം കൊടുത്തേക്കുന്നതെന്ന്. പഴയ കാലങ്ങളിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി വലിയൊരു ചർച്ചയൊക്കെ ഉണ്ടായിട്ട് അവസാനം ഇവരിവിടെ ഒരു തീരുമാനത്തിലെത്തി. തെങ്ങിനെ ഗോവയുടെ സംസ്ഥാന പൈതൃക മരമായിട്ടും നമ്മുടെ ടെർമിനാലിയ ടൊമൻറ്റോസ എന്ന് പറയുന്ന പുന്നമരത്തെ സംസ്ഥാന മരവുമായിട്ട് പ്രഖ്യാപിച്ചു. മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ പിടിക്കാൻ കഴിയുമോ എന്നറിയില്ല. കുടയും പിടിച്ച് വീഡിയോ എടുക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കാം, എല്ലാ ചെടികളിലും അതിൻ്റെ പേരും ശാസ്ത്രീയ നാമവും കൂടുതൽ വിശദീകരണങ്ങളും ഒക്കെ ഉള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ഓരോ പ്രതിമകളും മനുഷ്യരുടേതാണേലും ശരി, മൃഗങ്ങളുടേതാണേലും ശരി, ഒറ്റ നോട്ടത്തിൽ ജീവനുള്ളതുപോലെ തന്നെ തോന്നും. അടുത്ത് വന്ന് കാണുമ്പോഴാണ് ഇത് പ്രതിമയാണെന്ന് മനസ്സിലാകുന്നത്. ഈ കിണറിൻ്റെ ഫുട്പാത്ത് ശ്രദ്ധിച്ചോ? ഇത് സാധാരണ ഇടുന്ന പോലെ കോൺക്രീറ്റോ തറയോടോ അല്ല. ആ ഇടയ്ക്ക് റൗണ്ടായിട്ട് കാണുന്നത് തടി കഷ്ണങ്ങളാണ്. ഗോവയിൽ 6 വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ഒരു നാഷണൽ പാർക്കുമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ബോർഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഏതായാലും വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. മഴ പെയ്യുമ്പം കയറി നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, ഇരു സൈഡിലും ഓരോ അരുവികളൊക്കെ ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ വളരെ ഉപകാരമുള്ളൊരു സ്ഥലമാണിത്. ഇതേ കുറച്ച് സ്കൂൾ കുട്ടികളോ കോളേജ് കുട്ടികളോ ഒക്കെ വരുന്നുണ്ട്. ഈ ഇരിക്കുന്ന ചെടികളൊക്കെ വിൽക്കാനായിട്ട് വച്ചേക്കുന്നതാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടു പോകാം. ഇതൊക്കെ കൂടാതെ ഇതൊരു ബട്ടർഫ്ലൈ പാർക്ക് കൂടിയാണ്. കുറേയേറെ ഇനത്തിൽപ്പെട്ട ബട്ടർഫ്ലൈകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള വിവിധ ഇനം ബട്ടർഫ്ലൈകളെ പറ്റി വിശദമായ വിവരങ്ങളടങ്ങുന്ന ബോർഡുകളും ഇവിടെ അവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കതെല്ലാം വായിച്ച് മനസ്സിലാക്കാം. കുറേയേറെ ബട്ടർഫ്ലൈകളെ ഞങ്ങൾ കണ്ടു. പക്ഷേങ്കിൽ മഴയുള്ളത് കാരണവും അതുങ്ങൾ ഒരിടത്തിരിക്കാതെ പാറിപ്പറന്ന് നടക്കുന്നത് കാരണം ക്യാമറയിൽ അധികം കിട്ടിയില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ കാണുന്ന അത്രയും തന്നെ ബട്ടർഫ്ലൈകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫ്ലൈയിങ് ജുവൽസ് എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത് പോലും. ഒരെണ്ണമെങ്കിലും വെള്ളത്തിൽ കുളിക്കണം. ഞാൻ ഈ മിക്കതും കുളിക്കും. കാണണം, ഞാൻ എറിഞ്ഞാൽ ആ തടിയുടെ അപ്പുറത്ത് അതുകൊണ്ട് എറിയില്ല. തടിയുടെ അപ്പുറത്ത് പോകണമെങ്കിൽ ഞാൻ അറിയാമല്ലോ. അല്ലടാ, ഇത് പോകത്തില്ല. കളയുന്നു. അപ്പുറം കളഞ്ഞ ഞാൻ കളഞ്ഞ ഇവിടെ അപ്പുറത്ത് കൊള്ളു. ഇത് സംഭവം കൊള്ളാം. പടം തരുമോ? മഴ നല്ല രീതിയിൽ തന്നെ പെയ്യുന്നത് കൊണ്ടും തിരികെ പോകാൻ ലേറ്റ് ആവുന്നത് കൊണ്ടും ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നേരെ മുന്നോട്ട് ചെന്നാൽ അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്. കുറേയേറെ ചെടികളൊക്കെ കാണാൻ കഴിയും.
എനിക്ക് തോന്നുന്നു മൺസൂൺ സീസൺ തന്നെയാണ് ഇവിടെ വരാൻ നല്ലത്. എന്നാലും മഴ അധികം ഇല്ലാത്ത സമയം നോക്കി വരാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ല, ഈ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളായിട്ട് ഇവിടെ ഒന്നും വൃത്തികേടാക്കരുത്. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒന്നും ഇവിടെ വലിച്ചെറിയരുത്. പിന്നെ ഇവിടെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെയുള്ള സ്റ്റാച്ചുവിൻ്റെയൊക്കെ മുകളിൽ കയറരുതെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും ജീവനുള്ള കാട്ടുപോത്തിനെ ഒന്നും കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുത്തെ സ്റ്റാച്ചുവിലൊക്കെ കെട്ടിപ്പിടിച്ച് നിന്ന് ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം വന്നു. അങ്ങനെ നല്ലൊരു തട്ടുകട കണ്ടു, അവിടെ വണ്ടി നിർത്തി. നമ്മുടെ അന്യൂസും അനയമോളും കൂടി ഇവിടെയുള്ള സകല തൊട്ടാവാടികളെയും തൊട്ട് വാടിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കതൊരു പ്രത്യേക രസം. അധികം തിരക്കൊന്നുമില്ലാത്തൊരു ഒഴിഞ്ഞ സ്ഥലമാണിത്. ഈ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീടിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന കട. അന്നേരം ഉണ്ടാക്കി തരുന്ന ഉള്ളിവടയും മുളക് ബജിയും സമോസയും ഒക്കെ കഴിച്ച് അതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഓരോരുത്തർ 2-3 ചായ വെച്ചൊക്കെ കുടിച്ചിട്ട് ഇവരുടെ ടോയ്ലറ്റും യൂസ് ചെയ്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ടോയ്ലറ്റിലോട്ട് പോകാൻ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരാളെ കണ്ടു. കുറേ നേരം അദ്ദേഹത്തിനോടും വർത്താനം പറഞ്ഞു. ഹലോ 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 പറഞ്ഞു. ഹലോ 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 ഇത് തുറക്കാമോ? ഹലോ 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 ടാറ്റാ, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ, സീ യു, ബൈ ബൈ. തത്തമ്മേ, തത്തമ്മേ കൈ വെക്കല്ല, തത്തമ്മേ കൈ വെക്കല്ല. ബൈ 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 ബൈ. അങ്ങനെ ഞങ്ങളുടെ മാംഗ്ലൂർ ടു ഗോവ റോഡ് ട്രിപ്പ് അങ്ങോട്ട് പോയ അതേ റോഡിലൂടെ തന്നെ തിരിച്ചു വരികയാണ്. ഈ സ്ഥലമൊക്കെ ഏതാണെന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകളൊക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും. ഗോവയിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ 2 പോലീസ് ചെക്കിങ് കഴിഞ്ഞിട്ടാണല്ലോ അകത്തോട്ട് കിടക്കുന്നത്. അന്നേരം വലിയ രീതിയിലുള്ള ചെക്കിംഗ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഓടിച്ചൊന്ന് നോക്കി അവരങ്ങ് കടത്തിവിടും. പക്ഷേ ഇപ്പോൾ തിരികെ ഇറങ്ങുമ്പോഴും ഈ 2 ചെക്ക് പോസ്റ്റുകളിൽ കൂടെ തന്നെയാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടത്. അന്നേരം നല്ല രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ട്. ഞങ്ങളിതേ 2 വണ്ടി നിർത്തി 2 അവർ വണ്ടിയെല്ലാം മുഴുവനും പരിശോധിച്ചു. ബാഗുകളെല്ലാം എടുത്ത് ചെക്ക് ചെയ്തു, തുറന്നു നോക്കി. തുറക്കാൻ പറ്റാതിരുന്ന പെട്ടിയൊക്കെ അവർ കുലുക്കി നോക്കി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇവർ നോക്കുന്ന വേറെ ഒന്നുമല്ല, മദ്യം ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും മദ്യം കടത്താൻ ശ്രമിക്കരുത്. ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മദ്യം അഥവാ കൊണ്ടുവരണമെന്ന് നിർബന്ധമുള്ളവർക്ക് കടകളിൽ നിന്ന് പെർമിറ്റ് പേപ്പറും കൂടെ വാങ്ങി വേണം കൊണ്ടുവരാൻ. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അതും അവർ കൊടുക്കുന്നില്ല. ഗോവയിൽ എന്തോ ഇലക്ഷനോ എന്തോ നടക്കുന്നത് കൊണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ളൊരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗോവ കർണാടക ബോർഡറിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങളുടെ കർണാടകത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഏതൊരു യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കയ്യിൽ കരുതുന്ന പോലെ എല്ലാ ഡോക്യുമെൻറ്റുകളും കയ്യിൽ കരുതുക, ഒന്നും മറക്കരുത്. പ്രത്യേകിച്ച് വണ്ടിയുടെ പേപ്പർ, വണ്ടി ഓടിക്കുന്ന ആളുടെ ലൈസൻസ്, വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ തിരിച്ചറിയൽ രേഖകൾ, ഇതൊക്കെ ഒറിജിനൽ തന്നെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഒരു പുതിയ ടണലിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതുവഴി തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പോയത്. ഇത് സ്ഥലം ഏതാണെന്നും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് 6:15. ഇനിയും നമുക്ക് ഒരു 5.5 മണിക്കൂറോളം ഉണ്ട് മംഗലാപുരത്ത് എത്താനായിട്ട് ഗൂഗിൾ മാപ്പ് പ്രകാരം. ഇതേ കണ്ടില്ലേ കാർവാർ ബീച്ച്, അങ്ങോട്ട് പോകാൻ നേരത്ത് കണ്ടായിരുന്നല്ലോ കാർവാർ റോക്ക് ഗാർഡൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ കഴിയും. മൺസൂൺ സീസണിൽ ഗോവയിൽ പോകുന്നത് നല്ലത് തന്നെയാണെന്നാണ് പലരും പറഞ്ഞു കേട്ടറിഞ്ഞതും യൂട്യൂബിലെ തന്നെ പല വീഡിയോകളിൽ കൂടെ കണ്ടിട്ടുള്ളതും. പക്ഷേ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മൺസൂൺ സീസൺ അത്ര നല്ല ഒരു ഇതായിരിക്കുമെന്ന്. കാരണം സീസൈഡ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കത്തില്ല. വാട്ടർ സ്പോർട്സുകളെല്ലാം നിർത്തിവെച്ചേക്കുകയാണ്. വാട്ടർഫോളുകളിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മൺസൂണിനും സമ്മറിനും ഇടയ്ക്കുള്ള ആ ഒരു സീസൺ തന്നെ ആയിരിക്കും നല്ല സമയമെന്ന് എനിക്ക് തോന്നുന്നു. 2 രാത്രിയും 3 പകലുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. ഇതിനോടകം വെച്ച് ഞാൻ 6 വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഈ ട്രിപ്പിനെ പറ്റിയുള്ളത്.
അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓളെന്നാക്കി വെച്ചാൽ ഞങ്ങളുടെ അടുത്ത യാത്രയുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.